നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഉൽപാദനം കുറഞ്ഞു, റബ്ബർ വില കുതിക്കുന്നു. വരണ്ട കാലാവസ്ഥയിൽ സംസ്ഥാനത്ത് റബ്ബർ ഉൽപാദനം ചുരുങ്ങിയത് ഷീറ്റ് വില ഉയർത്തി. ടാപ്പിംഗ് നടക്കുന്ന ചില പ്രദേശങ്ങളിൽ ഈൽഡ് ചുരുങ്ങിയത് കണ്ട് സ്റ്റോക്ക് എടുക്കുന്നവർ ചരക്ക് നീക്കം നിയന്ത്രിച്ചു. അതേസമയം രാജ്യാന്തര റബ്ബർ അവധി വിപണികളിൽ നിക്ഷേപകർ ഇന്ന് ലാഭമെടുപ്പിന് മുൻതൂക്കം നൽകി. ചൈനീസ് വിപണികൾ ഹോളിഡേ മൂഡിലേക്ക് ഇതിനകം തന്നെ തിരിഞ്ഞു. ലൂണാർ പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി അടുത്ത വാരം ഇടപാടുകൾ പൂർണ്ണമായും സ്തംഭിക്കുന്നതിനാൽ വ്യവസായികൾ രാജ്യാന്തര മാർക്കറ്റിൽ നിന്നും അകന്നു. റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളായ ജപ്പാൻ ഒസാക്കയിലും സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളിലും ഓപ്പറേറ്റർമാർ ലാഭമെടുപ്പിന് ഉത്സാഹിച്ചു. വിദേശ വിപണികളിലും റബ്ബർ വില കുതിക്കുന്നു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ 213 രൂപയിലും 5ാം ഗ്രേഡ് 210 രൂപയിലും വിപണനം നടന്നു. കേരളം, തമിഴ്നാട്, ആന്ധ്ര വിപണികളിൽ വെളിച്ചെണ്ണ വിലയിൽ മാറ്റമില്ല. വ്യവസായികൾ കൊപ്ര സംഭരണത്തിൽ പുലർത്തുന്ന തണുപ്പൻ മനോഭാവം മൂലം മുൻനിര വിപണിയായ കാങ്കയത്ത് 17,400 രൂപയിൽ കൊപ്ര വില സ്റ്റഡിയാണ്. ഏലക്ക ലേലത്തിൽ ചരക്ക് വരവ് ഗണ്യമായി ചുരുങ്ങി. എന്നാൽ അതിന് അനുസൃതമായി ഉൽപ്പന്ന വിലയിൽ മുന്നേറ്റം ദൃശ്യമായില്ല. ആഭ്യന്തര വ്യവസായികളും വിദേശ ഓർഡറുകൾ ലഭിച്ച കയറ്റുമതിക്കാരും ലേല കേന്ദ്രങ്ങളിൽ സജീവമാണ്. ആകെ 18,277 കിലോ ഏലക്ക ലേലത്തിന് എത്തിയതിൽ 17,185 കിലോയും വിറ്റഴിഞ്ഞിട്ടും ശരാശരി ഇനങ്ങൾ കിലോ 2,475 രൂപയിലും മികച്ച ഇനങ്ങൾ കിലോ 2,943 രൂപയിലും നിലകൊണ്ടു. എല്ലാവരും റബ്ബർ ടാപ്പിംഗ് നിർത്തി. ഷീറ്റ് ക്ഷാമമായി ചൂടും കൂടി. റബ്ബറിന് വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.